ഹായ്, മറ്റൊരു ബംഗ്ലാദേശ് വിവാദ കഥ സീസൺ 1 നമുക്കറിയാം. ബംഗ്ലാദേശിലെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായി, ഇവിടുന്ന് പ്രധാനമന്ത്രി നാട് വിട്ടു പോകുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ വലിയ പങ്കുണ്ട്, ഇന്ത്യ ഇലക്ഷൻ അട്ടിമറിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ അന്ന് ഒരുപാട് പ്രചരണത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സീസൺ 2 സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ആഴ്ചകളായിട്ട് ബംഗ്ലാദേശിൽ വലിയ മഴയാണ്, അതിഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ഒരുപാട് പേർക്ക് വീടും കൂടും ഒക്കെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വരുന്നു. അപ്പോൾ ചില ബംഗ്ലാദേശി മാധ്യമങ്ങളും CNN അടക്കമുള്ള മറ്റ് ചില വിദേശ മാധ്യമങ്ങളും അമേരിക്കയായിട്ട് ബന്ധമുള്ള ചില അമേരിക്കൻ പ്രസ് ഹൗസ് ഏജൻസികളും ഒക്കെ പറയുന്നത് ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. അപ്പോൾ വാർത്തകളൊക്കെ ഇങ്ങനെ ഒരുപാട് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രസ് നോട്ടൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഗതി പറയുന്നത്, വളരെ അടുത്ത് ത്രിപുരയിൽ ഒരു ഫ്ലഡ് ഉണ്ടായത് നമ്മൾ കണ്ടു കാണുമല്ലേ, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു ഡാമാണ് ദുംബ്രു എന്നുള്ള ഡാം. അപ്പോൾ ഈ ഡാമിൽ നിന്നും നമ്മൾ വെള്ളം തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ്, ഈ ഡാം 30 വർഷത്തിന് ശേഷം തുറന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളപ്പൊക്കമൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടായത് എന്നാണ് അവരുടെ അഭിപ്രായം. സംഗതി നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് ബോർഡറിൽ നിന്ന് 120 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ഡാമാണ് ഈ പറഞ്ഞ ഡാം. അവിടെ നിന്നും ഗുംതി റിവർ വഴി ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു നദിയുടെ വൃഷ്ടിപ്രദേശത്ത് വളരെ കാര്യമായിട്ടുള്ള മഴ പെയ്തതാണ് ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം എന്ന് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഫറാക്ക ബാരേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഫറാക്ക ബാരേജ് നമുക്കെല്ലാം അറിയാം, വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിൽ പണിഞ്ഞിട്ടുള്ള ഒരു വലിയ ബാരേജാണ് ഈ ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത്. 1971 ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് തവണ നമ്മളുമായിട്ട് ചർച്ച നടന്നിട്ടുള്ളതാണ്. 1975 ഫറാക്ക ബാരേജ് കമ്മീഷൻ ചെയ്തതിന് ശേഷം മുതൽ 1977 ഫറാക്ക വാട്ടർ ട്രീറ്റി അടക്കം നമ്മൾ ബംഗ്ലാദേശുമായിട്ട് വെള്ളം കൊടുക്കുന്നതിൻ്റെ ഒരുപാട് ട്രീറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ട്രീറ്റി ആയിരുന്നു 1996 ഗംഗ വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗ ഒഴുകിയെത്തുന്നു, മുർഷിദാബാദിലെ ഫറാക്ക ബാരേജിൽ നിന്നും ഹൂഗ്ലി റിവറായിട്ട് ഇത് കൽക്കത്തയിലെ പോർട്ടിലേക്ക് എത്തുന്നു. കൽക്കത്ത പോർട്ടിലെ നാവിഗേഷനും മറ്റും സാധ്യമാവുന്ന ഈ നദിയിലെ വെള്ളം കൊണ്ടാണ്. ബാക്കി കുറച്ച് ജലം നമ്മൾ പത്മ റിവർ, അതായത് ബംഗ്ലാദേശിലേക്ക് കൊടുക്കുന്നു. ഒടുവിൽ ഇത് ബ്രഹ്മപുത്രയുമായിട്ടും മേഘ്ന നദിയുമായിട്ടൊക്കെ ചേർന്ന് ഈ ബേ ഓഫ് ബംഗാളിൽ വിലയം പ്രാപിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹൂഗ്ലി നദിയും ബേ ഓഫ് ബംഗാളിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ വർഷങ്ങളായിട്ട് ബംഗ്ലാദേശുമായിട്ട് വളരെ സഹകരണ മനോഭാവത്തിൽ നമ്മൾ റിവർ, അതായത് നമ്മുടെ ജലം നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ട്രീറ്റി നിലവിലുണ്ട്. അതാണ് ഗംഗാ വാട്ടർ ട്രീറ്റി. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഈ വലിയ വിവാദമായിട്ട് ബന്ധപ്പെട്ട് ഗംഗാ വാട്ടർ ട്രീറ്റിയും അതേപോലെ തന്നെ ഈ ഫറാക്ക ബാരേജും ഗുംതി റിവറും ദുംബ്രു ഡാമും ഒക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒഴിഞ്ഞ മട്ടാണ്. കാരണം ഇന്ത്യ വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു പല വിദേശ മാധ്യമങ്ങളും വിദേശ രാജ്യങ്ങളും ഈ പ്രദേശത്തെ സ്റ്റെബിലിറ്റി തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതുമായിട്ട് ബന്ധപ്പെട്ടും നല്ല രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ശാന്തമാവട്ടെ. ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പഴയതിലും പൂർണ്ണമായും നല്ലൊരു നിലയിലേക്ക് വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക്